എല്ലാവർക്കും ടെക്നിക്കൽ ബ്രേക്ക് ഡൗണിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കിനെ പറ്റി അനലൈസും ചെയ്തു. അത് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വീക്കും നമ്മൾ പുതിയ സ്റ്റോക്കായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ചാർട്ടിലേക്ക് പോയിട്ട് നോക്കാം ഏതാണ് സ്റ്റോക്ക് എന്നുള്ളത്. നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നെടുത്തേക്കുന്ന സ്റ്റോക്കിൻ്റെ പേര് ബയോകോൺ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മന്ത്ലി ടൈം ഫ്രെയിം എടുത്തേക്കുന്നത്. ആ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്? ഇതിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചറിലാണ് ഏത് ബയോകോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ വട്ടം ഹയർ ഹൈ ഉണ്ടാക്കുന്നു, ഹയർ ലോ ഉണ്ടാക്കുന്നു, മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം സഡൻലി ഈ ഒരു പോയിന്റ് തൊട്ട്, അതായത് ഓൾമോസ്റ്റ് 2021 തൊട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ കറക്ഷൻ തരികയാണ് ഉണ്ടായത്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റുന്നത്, നമുക്ക് സ്കെയിൽ എടുത്ത് നോക്കുന്നു, സ്കെയിലിൽ നിന്ന് ആ ടോപ്പിൽ നിന്ന് താഴേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനം കാണാൻ പറ്റുന്നത്? ഓൾമോസ്റ്റ് ഒരു 57% ഒരു കറക്ഷൻ ബയോകോണിൽ തന്നിട്ടുണ്ട്. അതിനുശേഷം അത് എവിടം വരെയാണ് കറക്ഷൻ തന്നേക്കുന്നത്? നമ്മൾ സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുകയാണ്. സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോർട്ട് ഏതാണ്? ഒരു 216 എന്ന് പറഞ്ഞ ലെവലാണ് ഇതിൻ്റെ സപ്പോർട്ട്. ആ സപ്പോർട്ടിൽ ഓൾമോസ്റ്റ് അവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം ഗ്രാബ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് മേലേക്ക് തന്നെ പോയേക്കുന്നത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടിൽ നിന്നാണ് ബൈയിങ് ആക്ടിവിറ്റി നടന്നതെന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ അതും മന്ത്ലി ടൈം ഫ്രെയിമിലാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓൾറെഡി എന്താണ് സ്ട്രോങ് ആയിട്ട് ഒരു മന്ത്ലി ടൈം ഫ്രെയിം ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇടയിൽ ഒരു കറക്ഷൻ തന്നതിന് ശേഷം മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള സപ്പോർട്ടിൽ നിന്ന് ഒരു സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് ആക്ടിവിറ്റി നടന്നുകൊണ്ട് മേലേക്ക് മൂവ് ചെയ്യണമെന്ന് കാണാൻ പറ്റിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീക്ക്ലി ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? വീക്ക്ലി ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണല്ലോ ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഡൗൺ ട്രെൻഡ് സ്ട്രക്ചർ ഫോം ചെയ്ത് ലാസ്റ്റ് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഹൈ, അതെ ലോവർ ഹൈ ഫോം ചെയ്തു. അതിനുശേഷം എന്തുണ്ടായി? ഇവിടെ വീണ്ടും മേലേക്ക് ഫോം ചെയ്യുന്നു, താഴെ ഒരു ഹയർ ലോ ഫോം ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസ് മേലേക്ക് ചെയ്ത് ഇവിടെ ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുള്ളത്. അതായത് ഓൾറെഡി ഡൗൺ ട്രെൻഡിലും പോയ ഒരു സ്ട്രക്ചർ അതിൻ്റെ ക്യാരക്ടർ വിട്ടുകൊണ്ട്, അതിൻ്റെ ക്യാരക്ടർ എന്താണ്? ഡൗൺ ട്രെൻഡിൻ്റെ ലോവർ ഹൈ ലോവർ ലോ എന്നുള്ളതാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലോവർ ഹൈ ബീറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ എന്ത് കാണാൻ സാധിക്കും? അതിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ആ ഒരു സംഭവം ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏത്? വീക്ക്ലി ടൈം ഫ്രെയിമിൽ. മന്ത്ലി ടൈം ഫ്രെയിമിൽ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് നിന്നാണെന്ന് പറഞ്ഞു. വീക്ക്ലി ടൈം ഫ്രെയിമിൽ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ് എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് കം ബാക്ക് അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഇതിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫിബനാച്ചി ടൂൾ എടുക്കുക. ആ ടൂൾ എടുത്തുകൊണ്ട് ഇതിൻ്റെ ബോട്ടം തൊട്ട് ഇതിൻ്റെ ടോപ്പ് വരെ പിടിക്കുകയാണ്. ഇതിൽ ടോപ്പ് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ എന്താ കാണാൻ പറ്റും? ഓൾറെഡി ഒരു 0.382 എന്ന് പറഞ്ഞ ലെവൽ, 0.382 പറഞ്ഞ ലെവൽ, ആ ലെവൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ, അതായത് നമുക്ക് ഓൾറെഡി ബ്രേക്ക് ഔട്ട് നടന്നേക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നേക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്, ഓൾമോസ്റ്റ് നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, 30% സംതിങ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ആ രീതിയിൽ ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രൈസ് താഴേക്ക് ഫോം ചെയ്യുന്നവരെ, അതായത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ 0.382 എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് റീ എൻട്രി ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടിയും കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് എന്ത് വേണ്ടി വരും? ഒരു 20% സ്റ്റോപ്പ് ലോസ് മാത്രമേ വേണ്ടി വരുള്ളൂ. പക്ഷേ ഈ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ചാർട്ട് ആയതുകൊണ്ട് നമുക്കിത് ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത്, ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 491 ആണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. അതും ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സകല ചാൻസും ഈ ഒരു ബയോകോൺ എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% എബവ് ഒരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിലേക്കോ അല്ലെങ്കിൽ പൊസിഷൻ ട്രേഡിങ്ങിലേക്കോ ഈ സ്റ്റോക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അനാലിസിസ് ആയിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച അടുത്തൊരു സ്റ്റോക്കായിട്ട് നമുക്ക് വരാം. അതുവരേക്കും താങ്ക് യു.